Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ വാല്യൂവിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. ഓക്കെ, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക, വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദെയർ ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ, ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. The excess amount received over the face value is called share premium. അതായത് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ, ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്നറിയപ്പെടുന്നത് അതിൻ്റെ യഥാർത്ഥ വിലയാണ്. ആ യഥാർത്ഥ വിലയേക്കാളും വില അതിന് കൂടിയിട്ടാണ് നമ്മൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, വില കൂട്ടിയിട്ടിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ആ കൂട്ടിയിട്ടിരിക്കുന്ന വിലയുടെ പേരാണ് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾ ആദ്യം നോട്ടിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും പോർഷൻ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഷെയർ ഓഫ് ₹10 ഈസ് ഇഷ്യൂഡ് അറ്റ് ₹12, ദി ഷെയർ ഈസ് സെറ്റ് ടു ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹2. അതായത് ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്, അത് 12 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയത്തിൻ്റെ തുക 2 രൂപയാണ്. അധികമായി നമ്മൾ ഈടാക്കുന്ന തുകയാണ് പ്രീമിയത്തിൻ്റെ തുക. ഓക്കെ, എ കമ്പനി ജനറലി ഇഷ്യൂസ് ഇറ്റ്സ് ഷെയർസ് അറ്റ് എ പ്രീമിയം വെൻ ദർ ഈസ് ഗുഡ് ഡിമാൻഡ് ഫോർ ഷെയർസ്. കമ്പനിയുടെ ഷെയറിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ കമ്പനി എപ്പോഴും ഇത് പ്രീമിയത്തിന് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. കമ്പനിയുടെ ഷെയറിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ, ആൾക്കാർ കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യും. അക്കോർഡിംഗ് ടു സെക്ഷൻ 52 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, ദി പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനും നിങ്ങൾ എഴുതി വെക്കുക. According to section 52 of the Companies Act 2013, when shares are issued at premium, the premium of issue should be credited to securities premium reserve account. It should be shown under the subhead of reserve and surplus. ഇത് എവിടെയാണ് വരുന്നത്? ഇത് റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ സബ്ഹെഡിലാണ് ഇത് വരുന്നത്. ഇത് നിങ്ങൾ എഴുതണമെന്നില്ല, ആ ലൈന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇത് ബാലൻസ് ഷീറ്റിൽ ഈ ഒരു സബ്ഹെഡിൻ്റെ അണ്ടറിലാണ് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, according to SEBI guidelines, a new company set up by entrepreneurs without a track record can issue shares to public only at par. അതായത് ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്ക് എപ്പോഴും പാർ വാല്യൂവിൽ മാത്രമേ ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ദേ കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം. അതായത് പുതിയ ഒരു കമ്പനി വരാണ്, ഇഫ് ദേ ഡു നോട്ട് ഹാവ് എ ട്രാക്ക് റെക്കോർഡ്, കാര്യമായ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ലെങ്കിൽ, അതിന് ഒരു എന്താണ് പുതുതായിട്ട് തുടങ്ങിയ തുടങ്ങിയ ഒരു കമ്പനി മാത്രമാണെങ്കിൽ ദേ കൻ ഓൺലി ഇഷ്യൂ ഷെയർസ് അറ്റ് par value. They cannot issue shares at premium. Okay, a new company one which has not completed 12 months of commercial operation and its audited operating results are not available. അതായത് ഒരു കമ്പനിയുടെ ഓഡിറ്റഡ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്, അതിൻ്റെ അക്കൗണ്ട്സിൻ്റെ ഒരു ഓഡിറ്റ് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അതേപോലെ തന്നെ എന്താണ് അത് 12 മാസമായിട്ട് അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിൽ മാത്രമേ അത് അതിൻ്റെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളൂ എങ്കിലും, കാര്യം ബിസിനസ് തുടങ്ങിയിട്ട് 12 മാസമായിട്ടില്ലെങ്കിൽ ആ കമ്പനിക്ക് ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല, പാർ വാല്യൂവിൽ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 52 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, ദ ഷെയർ പ്രീമിയം ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് മേ ബി അപ്ലൈഡ് ഫോർ ദി ഫോളോയിങ് പേർപ്പസസ്. അതായത് ഈ സെക്യൂരിറ്റീസിൽ നിന്ന് വാങ്ങുന്ന പ്രീമിയം ഉണ്ടല്ലോ, അതായത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് വാങ്ങുന്ന പ്രീമിയം എന്തായിട്ടാണ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ അധികമായിട്ട് വാങ്ങുന്ന ഈ 2 രൂപയോ 3 രൂപയോ ഒക്കെ പിന്നെന്താണ്, അത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരു കാരണവശാലും നിക്ഷേപകർക്ക് നമുക്കുള്ള ബാധ്യതയിൽ അത് വരില്ല.
ഓക്കെ, നിക്ഷേപകരുടെ പുറത്ത് നമുക്കുള്ള ബാധ്യതയിൽ ആ അഡീഷണൽ ആയിട്ട് വാങ്ങുന്ന ഷെയർ പ്രീമിയത്തിന് എമൗണ്ട് വരില്ല. അത് കമ്പനിക്ക് മറ്റ് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണെന്നാണ് ഇവിടെ പറയുന്നത്, അത് സെക്ഷൻ 52 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് ഈ പോയിന്റ്സും നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാം എഴുതണമെന്നില്ല, ഒരു 4 പോയിന്റ്, 5 ഉണ്ട്, അതിൽ 4 പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ 5 പോയിന്റുകൾ എന്ന് നോക്കാം. ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് ഈ കാശ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ പ്രീമിയത്തിന് കിട്ടുന്ന കാശ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട്, അത് സെക്യൂരിറ്റി ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് ബോണസ് ഷെയറുകൾ, ബോണസായിട്ട് ഷെയർ കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്, ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദി കമ്പനി. കമ്പനി തുടങ്ങുമ്പോൾ വന്ന എക്സ്പെൻസസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസസ്, അത് റൈറ്റ് ഓഫ് ചെയ്യാൻ, അത് എഴുതി തള്ളാൻ ഈ ഒരു കിട്ടിയ തുക കൊണ്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, ടു റൈറ്റ് ഓഫ് എക്സ്പെൻസസ് ഓർ കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലോഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വന്ന ചിലവുകൾ, അതേപോലെ അതിൽ ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ഡിസ്കൗണ്ടുകൾ, ഇതൊക്കെ എഴുതി തള്ളാനായിട്ട് ഈ കാശ് ഉപകരിക്കും. നാലാമത്തെ പോയിന്റ്, ടു പേ പ്രീമിയം പേബിൾ ഓൺ റിഡംഷൻ ഓൺ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറോ റിഡീം ചെയ്യുന്ന നേരത്ത്, അത് തിരിച്ചു കൊടുക്കുന്ന നേരത്ത് ചിലപ്പോൾ അതിൻ്റെ കൂടെയും പ്രീമിയം കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് എന്താണുള്ള ഷെയറുകളും അതേപോലെ ഡിബഞ്ചേഴ്സും ഉണ്ട്. പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറും തിരിച്ചു കൊടുക്കുന്ന നേരത്ത് അധികം തുക കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്, 100 രൂപക്ക് നമ്മൾ കൊടുത്ത ഷെയർ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ 110 രൂപ കൊടുത്ത് തിരിച്ചു വാങ്ങാന്നുള്ള കണ്ടീഷനോട് കൂടിയ ഷെയറുകളൊക്കെ ഉണ്ട്. അത് പ്രിഫറൻസ് ഷെയറുകളും അതേപോലെ ഡിബഞ്ചറുകളുമാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് തിരിച്ച് വാങ്ങുന്ന നേരത്തെ നമ്മൾ കൊടുക്കുന്ന പ്രീമിയം ഉണ്ടല്ലോ, അപ്പോൾ ആ പ്രീമിയത്തിലേക്ക് നമ്മളിപ്പോൾ വാങ്ങി വെച്ച പ്രീമിയം, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വാങ്ങി വെച്ച പ്രീമിയം യൂസ് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ പോയിന്റ്, ടു ബൈ ഇറ്റ്സ് ഓൺ ഷെയർസ്, ബൈ ബാക്ക് ഓഫ് ഷെയർ. അത് കമ്പനിക്ക് ഷെയർ തിരിച്ചു വാങ്ങാനായിട്ട്, നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് കമ്പനിക്ക് വേണമെങ്കിൽ ഷെയറുകൾ തിരിച്ചു വാങ്ങാം, അതിൻ്റെ പേരാണ് ബൈ ബാക്ക് ഓഫ് ഷെയർ. അതിനും എന്തുപകരിക്കും, നമ്മുടെ ഈ പറയുന്ന പ്രീമിയം ഉപകരിക്കും, ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ കിട്ടുന്ന പ്രീമിയം ഉപകരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർ സെറ്റ് പ്രീമിയത്തിൽ നോക്കാനുള്ളത്. അപ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ നിങ്ങൾ അത് മാത്രം കൃത്യമായിട്ട് എഴുതി വെക്കുക. ഈ പോയിന്റുകൾ ഏതെങ്കിലും 4 എഴുതുക, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 2 ലൈനുകളും അതിലേക്ക് എന്താണ് ആദ്യം എഴുതിയതിന് ശേഷം ഇത് മുതൽ എഴുതട്ടോ, ഇത് മുതൽ ഇതിലേതെങ്കിലും. ഓക്കെ, ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഷെയർ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ അല്ലെങ്കിൽ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ജേണൽ എൻട്രിയിൽ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ഷെയർ പ്രീമിയം മേ ബി റിസീവ്ഡ് ഐദർ അലോങ് വിത്ത് അപ്ലിക്കേഷൻ ഓർ അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി or partly with application money or partly with allotment money. It is usually payable with allotment money. If nothing is specified, it is deemed to have been received with allotment money. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അപ്ലിക്കേഷൻ നേരത്തോ, അപ്ലിക്കേഷൻ്റെ ടൈമിലോ, ആ ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങുന്ന ടൈമിലോ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വാങ്ങുന്ന നേരത്തോ, അല്ലെങ്കിൽ കോള് വാങ്ങുന്ന നേരത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രീമിയം വാങ്ങാൻ പറ്റും. പക്ഷേ എന്താണ് അധികം കേസിലും ഇത് അലോട്ട്മെൻറ്റിൻ്റെ കൂടിയാണ് വാങ്ങുക. ഓക്കെ, ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് ഈസ് റിസീവ്ഡ് ത്രൂ അലോട്ട്മെൻറ്റ്. ആ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാൾമെൻറ്റ് നേരത്താണ് എന്ത് വാങ്ങുക, ഈ പറയുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയം നമ്മൾ വാങ്ങുക. ഓക്കെ, അപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിൽ, ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് കണക്കാക്കുക, ഇത് അലോട്ട്മെൻറ്റിൻ്റെ കൂടിയാണ് വാങ്ങിയത് എന്ന് കണക്കാക്കുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇത് എങ്ങോട്ടാണ് പോവുക, അലോട്ട്മെൻറ്റിൻ്റെ കൂടെ വാങ്ങുന്നതെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിൻ്റെ കൂടെ കൊടുക്കുക, ഏതാണോ കോൾ മണി ആണെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആദ്യം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എഴുതുക, എന്നിട്ട് ഈ പോയിന്റ് മുതൽ എഴുതിയാൽ മതി, നോട്ടിലേക്ക് ഈ പോയിന്റ് മുതൽ എഴുതുക. വെൻ പ്രീമിയം ഇസ് പേയബിൾ വിത്ത് അപ്ലിക്കേഷൻ മണി, അതായത് അപ്ലിക്കേഷൻ മണീൻ്റെ കൂടെയാണ് പ്രീമിയം കൊടുക്കുന്നത് എങ്കിൽ 2 ജേർണൽ എൻട്രി ആണല്ലോ വരിക. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താ വരിക, വെൻ അപ്ലിക്കേഷൻ മണി ഈസ് റിസീവ്ഡ്, അപ്ലിക്കേഷൻ മണി കിട്ടുകയാണെങ്കിൽ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ, അതായത് ഈ പ്രീമിയം കൂടി ചേർത്തിട്ട് വരുന്നത് ടോട്ടലായിട്ടാണ് വരിക. ഓക്കെ, അതായത് ഇപ്പോൾ 10 രൂപേൻ്റെ ഷെയർ 12 രൂപക്കാണ് കൊടുക്കുന്നത്, അങ്ങനത്തെ 100 ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1200 എന്ന് വരും ഇവിടെ. ഓക്കെ, 1000 അതിലെന്ത് വന്നു, നമ്മുടെ പ്രീമിയം വന്നു, ഷെയറിൻ്റെ പാർ വാല്യൂ വന്നു, അതേപോലെ ഇവിടെ എന്ത് വരും, 1200 എന്ന് വരും ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. പൊതുവേ നമ്മൾ സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത എന്താണ്, ആ ഷെയർ അപ്ലിക്കേഷൻ്റെ നേരത്ത് ഫസ്റ്റ് വന്ന ജേർണൽ എൻട്രി തന്നെയാണ് എഴുതുക. നമ്മൾ ഇതിൻ്റെ കൂടെ ഈ എമൗണ്ട് കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യുക, നമ്മുടെ
പ്രീമിയത്തിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്യും. ഞാനിവിടെ 10, 12, 100 എന്നൊക്കെ പറഞ്ഞത് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി, നോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻ ദിസ് കേസ് ദി എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം ഇസ് ഓൾവേസ് റിസീവ്ഡ് ബട്ട് ഇസ് നോട്ട് ക്രെഡിറ്റഡ് ഡയറക്ട്ലി ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഓക്കെ, it is because there may be some applicants who will not be allotted shares and entire money received on application which includes securities premium has to be refunded to them. അതായത് ആദ്യം തന്നെ ഈ അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം വാങ്ങുമ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എങ്ങോട്ടാണ് പോവുക? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പിന്നെ എന്താണ്, നമ്മുടെ സ്വന്തമായ കാശാണ്, കമ്പനിയുടെ സ്വന്തമായ കാശാണ്. കമ്പനി പിന്നെ അത് ഒരിക്കലും നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. കമ്പനിക്ക് കിട്ടിയൊരു ബോണസാണത്. അപ്പോൾ പക്ഷേ ഈ അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്താണ് ഈ റിസർവിലേക്ക് മാറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അപ്ലിക്കേഷൻ കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ എന്താണ് അത് ക്യാൻസലാക്കി പോകാൻ ചാൻസ് ഉണ്ട്, അപ്ലിക്കേഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഈ കാശ് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വാങ്ങിയ എന്താണ് പ്രീമിയം കൂടി നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അപ്ലിക്കേഷൻ്റെ കൂടെ വാങ്ങുന്ന നേരത്ത് നമ്മളിത് എന്താണ് ഡയറക്റ്റായിട്ട് പെട്ടെന്നും സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ആദ്യം ഈ ഹെഡിങ് എഴുതുക, ഈ ഒരു ഫസ്റ്റ് പോയിന്റ് എഴുതിയിട്ട് എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് ജേർണൽ എൻട്രി ചെയ്ത്. ഇനി രണ്ടാമത്തെ ജേർണൽ എൻട്രി ശ്രദ്ധിക്കുക. ഇത് അപ്ലിക്കേഷൻ്റെ കൂടെ വാങ്ങുമ്പോൾ രണ്ടാമത്തെ ജേർണൽ എൻട്രിയാണ്. വെൻ ഷെയർസ് ആർ അലോട്ടഡ്. അപ്പോൾ ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്ലിക്കേഷൻ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ എന്ത് ചെയ്യുക? ടോട്ടൽ എമൗണ്ട് തന്നെ എഴുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ 1200 ആണെങ്കിൽ 1200 എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയേ പോവുള്ളൂ? 1000 രൂപയെ പോവുള്ളൂ. ഓക്കെ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അതെന്താണ്? 200 രൂപ. ടു ബാങ്ക് എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മളെ കേസിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാന്ന് എഴുതുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ് അവിടെ എഴുതുക, എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ എഴുതുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജേർണൽ എൻട്രി. അപ്ലിക്കേഷൻ്റെ നേരത്തെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം വാങ്ങുകയാണെങ്കിൽ. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് കേസിലാണെങ്കിൽ, അതായത് വെൻ പ്രീമിയം ഇസ് പേയബിൾ വിത്ത് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് കൂടിയാണ് എന്താണ് അതാണ് സ്വതവേ എല്ലാ കേസിലും വരിക. കോമൺ കേസ് എന്താണ്? അലോട്ട്മെൻറ്റ് കൂടെ വാങ്ങലാണ് വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് കൂടെ വാങ്ങുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി എന്നുള്ളത് നോക്കാം. അതിൽ 2 ജേർണൽ എൻട്രിയാണ് വരിക. ഫസ്റ്റ് എന്താണ്? വെൻ അലോട്ട്മെൻറ്റ് ഇസ് ഡ്യൂ. അലോട്ട്മെൻറ്റ് ഡ്യൂ ആവണ നേരത്തെ എന്താ വരിക? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടോട്ടൽ ചെയ്ത്, അതായത് എന്താണ് ഷെയറിൻ്റെ വാല്യൂ, അതിൻ്റെ കൂടെ പ്രീമിയത്തിൻ്റെ വാല്യൂ കൂടി എഴുതുക. ടു ഷെയർ ക്യാപിറ്റൽ, ഇവിടെ ഷെയറിൻ്റെ എന്താണ് നോമിനൽ വാല്യൂ എഴുതുക. പിന്നെ എന്താണ്? ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എന്ത് ചെയ്തുക? ആ പ്രീമിയത്തിൻ്റെ വാല്യൂ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ 1000 എന്ന് എഴുതുക, ഇവിടെ എന്ത് ചെയ്തുക? ഇവിടെ 200 എന്ന് എഴുതുക, ഇവിടെ 1200 എന്ന് എഴുതുക. ഓക്കെ, അത് ഫസ്റ്റ് ജേർണൽ എൻട്രി. രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്താണ്? വെൻ അലോട്ട്മെൻറ്റ് മണി ഈസ് റിസീവ്ഡ്. അപ്പോൾ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ എന്താണ് ഷെയർ അപ്ലിക്കേഷൻ്റെ കൂടെ വന്ന ഫസ്റ്റ് ജേർണൽ എൻട്രിയാണ് ഇവിടെ അലോട്ട്മെൻറ്റ് കൂടെ രണ്ടാമതായിട്ട് വരിക. എന്താണ് പിന്നെ അതേപോലെ അപ്ലിക്കേഷൻ്റെ നേരത്തുള്ള രണ്ടാമത്തെ ജേർണൽ എൻട്രിയാണ് അലോട്ട്മെൻറ്റിൻ്റെ കേസിൽ ഫസ്റ്റ് ആയിട്ട് വരിക. അത് തന്നെയാണ് കോളുകളിലും അതേ കേസിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജേർണൽ എൻട്രീസ്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 2. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 5000 shares of ₹10 each at a premium of ₹5 per share. ഓക്കെ, അതായത് ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. അങ്ങനത്തെ 5000 ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ഒരു ഷെയറിൻ്റെ കൂടെ 5 രൂപ എക്സ്ട്രാ വാങ്ങുന്നുണ്ട് എന്തായിട്ട്? പ്രീമിയമായിട്ട്. ദി എമൗണ്ട് വാസ് പേബിൾ 3 ഓൺ അപ്ലിക്കേഷൻ 7 ഓൺ അലോട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് പ്രീമിയം. അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ 7 രൂപയാണ് പറയുന്നതെങ്കിൽ കൂടി അതിൽ പ്രീമിയം കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് യഥാർത്ഥ വില എത്രയാണ്? 2 + 5 ആണ് വരിക അല്ലേ. ഈ 5 എന്താണ്? ഇത് പ്രീമിയമാണ് അല്ലേ, ഇവിടെ പറഞ്ഞ പ്രീമിയമാണ്. ബാക്കിയാണ് എന്തിലേക്ക് വരിക? അലോട്ട്മെൻറ്റിലേക്ക് വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 7 രൂപയാണ് അലോട്ട്മെൻറ്റ് കൂടെ വാങ്ങുന്നത്. ആൻഡ് ദി ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അല്ലേ. അലോട്ട്മെൻറ്റിൻ്റെ 2 രൂപ, അപ്ലിക്കേഷൻ്റെ 3 രൂപ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്ര വരും? ബാക്കിയുള്ള 5 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ വരും. ഓക്കെ, ഓൾ ഷെയർസ് വെയർ subscribed by the public and all money duly received. Show journal entries in the books of the company. ഇനി നമുക്ക് എന്താണ് ഇവരുടെ ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞത് ഈ കമ്പനിയുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വല്ല ജേർണൽ എൻട്രി നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് വരയ്ക്കുക. അപ്പോൾ ഹെഡിങ് ആയിട്ട് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. എന്നിട്ട് ഞാൻ ആദ്യത്തെ 2 ജേർണൽ എൻട്രീസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഷെയർ അപ്ലിക്കേഷൻ്റെ ജേർണൽ എൻട്രീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാങ്കിലേക്ക് ഷെയർ അപ്ലിക്കേഷൻ എത്രയാണ് വരുന്നത്? ഒരു ഷെയർ അപ്ലിക്കേഷന് വാങ്ങുന്നത് 3 രൂപയാണ്. അപ്പോൾ അങ്ങനത്തെ 5000 ഷെയറുകളാണ് ഇറക്കുന്നത്. അപ്പോൾ 3 × 5000 15,000 ആണ് ഷെയർ അപ്ലിക്കേഷൻ്റെ നേരത്ത് വാങ്ങുന്നത്. പിന്നെ എന്താണ് ഷെയർ അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ രണ്ടാമത്തെ ജേർണൽ എൻട്രി. അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും നമ്മൾ 2 ജേർണൽ എൻട്രീസ് ആണ് എഴുതുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 ജേർണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രീമിയം വരുന്നത് അലോട്ട്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം.
ഓക്കെ, അടുത്ത ജേണൽ എൻട്രി, മൂന്നാമത്തെ ജേണൽ എൻട്രി നമ്മുടെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. 3ഉം 4ഉം നമ്മുടെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റിൻ്റെ ജേണൽ എൻട്രി, മൂന്നാമത്തെ ജേണൽ എൻട്രി നോക്കാം. ഇവിടെയാണ് നമ്മുടെ പ്രീമിയം. അപ്പോൾ പ്രീമിയം ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എവിടെയാണ്? അലോട്ട്മെൻറ്റിലാണ് വരുന്നത് അല്ലേ? പ്രീമിയം ഇവർ വാങ്ങുന്നത് അലോട്ട്മെൻറ്റ് ടൈമിലാണ്. അപ്പോൾ ഈ ജേണൽ എൻട്രിയിലാണ് നമ്മൾ പ്രീമിയത്തിനെ കുറിച്ച് കാണിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുതുക ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വാങ്ങുന്നത് 7 രൂപയാണ്, ഇൻക്ലൂഡിങ് പ്രീമിയം. 7 രൂപ. അപ്പോൾ 7 രൂപ വെച്ച് തന്നെ കാണിക്കുക. അപ്പോൾ 7 × 5000 എത്ര വരിക? 35,000. അപ്പോൾ 35,000 എമൗണ്ട് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് താഴെ എഴുതുക ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് പോവുക? 5 രൂപയാണ്, 2 രൂപയാണ് ഷെയർ ക്യാപിറ്റലിലോട്ട് പോവുക. കാര്യം ഈ 7 രൂപയാണ് ഇവർ മൊത്തമായിട്ട് അലോട്ട്മെൻറ്റ് ടൈമിൽ വാങ്ങുന്നത്. അതിൽ 5 രൂപ പ്രീമിയമാണ്. അപ്പോൾ 7 രൂപയിൽ 5 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2 രൂപ മാത്രമേ ഷെയർ ക്യാപിറ്റലിലേക്ക് പോവുള്ളൂ. 5000 ഷെയറുകളുള്ളത്. അപ്പോൾ 2 × 5000 എത്ര വരിക? 10,000 വരും. ഓക്കെ, 10,000. അത് കഴിഞ്ഞിട്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എഴുതുക. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്കാണ് ഇവർ വാങ്ങുന്ന പ്രീമിയം പോവുക. പിന്നെ അത് കമ്പനിക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രീമിയം വാങ്ങി കഴിഞ്ഞാൽ കമ്പനിക്ക് അത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് ഇഷ്ടം പോലെ ആ പ്രീമിയം വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര രൂപയാണ് ഒരു ഷെയറിന് പ്രീമിയം ആയിട്ട് വാങ്ങുന്നത്? 5 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ 5 × 5000 25,000 സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നറേഷൻ എഴുതുക. നറേഷൻ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മണി ബീയിങ് allotment becomes due including premium. ഓക്കെ, അപ്പോൾ പ്രീമിയത്തിൻ്റെ കണക്ക് എന്താണ്? ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്താണ് അലോട്ട്മെൻറ്റ് നേരത്താണെങ്കിൽ ഇവിടെയാണ് പ്രീമിയം കാണിക്കേണ്ടത്. അപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ജേണൽ എൻട്രിയിലായിരിക്കും പ്രീമിയം വരിക. അപ്പോൾ അപ്ലിക്കേഷൻ്റെ കൂടെ പ്രീമിയം വാങ്ങുകയാണെങ്കിൽ ഇവിടെ അപ്ലിക്കേഷൻ എഴുതുക, പ്രീമിയം ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ട് ഇവിടെ എഴുതുക, ടു ഷെയർ ക്യാപിറ്റൽ എഴുതുക, താഴെ എന്ത് എഴുതുക? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എഴുതുക. അപ്പോൾ നമ്മൾ ഇവിടെ വാങ്ങുന്നത് അപ്ലിക്കേഷൻ്റെ കൂടെയല്ല, നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ എന്താണ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ക്രെഡിറ്റിലാണ് ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കാണിക്കേണ്ടത്. അപ്പോൾ ആ പ്രീമിയത്തിന് എമൗണ്ട് മാത്രം ഇവിടെ കാണിക്കുക, ബാക്കി വരുന്ന തുക ക്യാപിറ്റലിലോട്ട് പോവുക ചെയ്യുക, ടോട്ടൽ ആയിട്ടുള്ള തുക അലോട്ട്മെൻറ്റിൽ കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്ത ജേണൽ എൻട്രി അലോട്ട്മെൻറ്റിൻ്റെ കാശ് കിട്ടുന്നതാണ്, ബാങ്കിലേക്ക് കാശ് വരുന്നതാണ്. എന്താ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹35,000, അതായത് പ്രീമിയം അടക്കമുള്ള കാശാണ് വാങ്ങുക. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. നറേഷൻ ബീയിങ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ജേണൽ എൻട്രി. ഇനി നമുക്ക് 2 ജേണൽ എൻട്രി കൂടി എഴുതാണ്ട് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ ജേണൽ എൻട്രിയും കൂടി നമുക്ക് എഴുതാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ജേണൽ എൻട്രി ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാങ്കിലേക്ക് പൈസ നമ്മൾ വരുന്നത് അല്ലെങ്കിൽ അത് പൈസ വാങ്ങുന്ന ജേണൽ എൻട്രി. ഫസ്റ്റ് തന്നെ ഇത് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി ചെയ്താൽ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ്. ഇവിടെ എത്രയാണ് വാങ്ങുന്നത്? 5 രൂപയാണ് വാങ്ങുന്നത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന്. അപ്പോൾ 25,000 വരും. ടു ഷെയർ ക്യാപിറ്റൽ 25,000. ഓക്കെ, എന്താ നറേഷൻ വരിക? ബീയിങ് ഫസ്റ്റ് ആൻഡ്
ഫൈനൽ കോൾ ബിക്കംസ് ഡ്യൂ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ജേണൽ എൻട്രിയും കൂടി വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് വരയ്ക്കരുത്, സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കുക. ഓക്കെ, ലാസ്റ്റ് ജേണൽ എൻട്രി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ നമ്മൾ റിസീവ് ചെയ്യുന്നത്, അതിൻ്റെ കാശ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റ് ₹25,000 ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 25,000. Narration being first and final call money received. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ലാസ്റ്റ് ജേണൽ എൻട്രി. അപ്പോൾ ലാസ്റ്റ് ജേണൽ എൻട്രി കഴിഞ്ഞാൽ പിന്നെ എന്താണ് മൊത്തമായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ പ്രീമിയത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക. പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക് എന്ന് സൈഡിങ് എഴുതുക. ഇൻ കേസ് ദ ക്യാഷ് ബുക്ക് ഈസ് റിക്വയർഡ് ടു ബി പ്രിപ്പയർഡ്, ഓൾ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് വിൽ ബി പാസ്ഡ് ത്രൂ ദ ക്യാഷ് ബുക്ക് ആൻഡ് അതർ ട്രാൻസാക്ഷൻസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് വിൽ ബി എൻറ്റേർഡ് ഇൻ ദ ജേണൽ. ഓക്കെ, അതായത് നമ്മളൊരു ക്യാഷ് ബുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സിമിലർ ടു എ ജേണൽ ആസ് വെൽ ആസ് എ ലെഡ്ജർ. അത് ഒരു ജേണലുമാണ്, അത് ലെഡ്ജറുമാണ്. അതിനെ ഡേ ബുക്ക് എന്ന് പറയും. ഓക്കെ, ക്യാഷ് ബുക്കിനെ ഡേ ബുക്ക് എന്നാണ് പറയുക. സ്വതവേ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും അക്കൗണ്ടന്മാർ ഒരു ക്യാഷ് ബുക്ക് വെക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് വിൽ ബി കണ്ടക്റ്റഡ് ത്രൂ ക്യാഷ് ബേസിസ്. അധികം ട്രാൻസാക്ഷൻസും ക്യാഷ് ബേസിസിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് ജേണൽ എഴുതി ലെഡ്ജറിലേക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒരു ജേണലും ലെഡ്ജറും കൂടി ഒരുമിച്ച് വെച്ചിട്ട് എന്താണ് അതിലേക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഒരു ലെഡ്ജർ തയ്യാറാക്കുക, അതിലേക്ക് എന്താണ് ഡയറക്റ്റായിട്ട് ക്യാഷിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാഷ് ബുക്ക് കമ്പനിക്ക് ഉണ്ടെങ്കിൽ കമ്പനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്യാഷ് ബുക്കിലേക്ക് എഴുതും. നോൺ ക്യാഷ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ജേണലിൽ എഴുതുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 3. എ ലിമിറ്റഡ് ഇഷ്യൂഡ് എ പ്രോസ്പെക്ടസ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ 12,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ വാല്യൂവിൽ 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അങ്ങനത്തെ 12,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിച്ച് വാസ് പേയബിൾ ആസ് ഫോളോസ്. അപ്പോൾ താഴെ പറഞ്ഞ രീതിയിലാണ് ഇത് പേ ചെയ്യേണ്ടത്. അതിന് ഇൻസ്റ്റാൾമെൻറ്റ് രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷന് 3 രൂപ, അലോട്ട്മെൻറ്റ് 4 രൂപ, ഫസ്റ്റ് കോളിന് 2 രൂപ, ഫൈനൽ കോളിന് 1 രൂപ. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയായി? 10 രൂപയായി അല്ലേ? 3, 4, 2, 1 കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയായി? 10 രൂപയായി. ഓൾ ദ ഷെയർസ് വെയർ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ്. അപ്പോൾ എല്ലാ ഷെയറും വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം ഫുള്ളി പെയ്ഡ് ആണ്. ഓക്കെ, ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് എമൗണ്ടഡ് ടു 2,000. ഷെയർ ഇഷ്യൂ ചെയ്യാൻ എക്സ്പെൻസ് വന്നിട്ടുണ്ട് 2,000. ഓക്കെ, പാസ് നെസസറി ജേണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ദ ക്യാഷ് ബുക്ക്. അപ്പോൾ ആവശ്യമുള്ള ജേണൽ എൻട്രീസും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാഷ് ബുക്കും കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ക്യാഷ് ബുക്കിൽ എഴുതിയാൽ മതി. ഒരു ലെഡ്ജർ വരയ്ക്കുക, ക്യാഷ് ബുക്കിലേക്ക് എഴുതുക. പിന്നീട് നോൺ ക്യാഷ് ആയിട്ട് വരുന്ന എല്ലാ സംഗതികളും എന്താ നമ്മുടെ ജേണലിലേക്ക് എഴുതുക. അപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു സംഗതി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്തത് എന്താണ്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അത് എന്താ വരികയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്. ഷെയർ ഇഷ്യൂ എക്സ്പെൻസിന് ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് പോയതാണ്. അതാണ് ഒരു ട്രാൻസാക്ഷൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് ആൻസറും എല്ലാം എഴുതാം. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതുക, ഇൻ ദ ബുക്സ് ഓഫ് എ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ എഴുതേണ്ട ഓരോ കോളത്തിൻ്റെ ഹെഡിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ മതിയാവും. അപ്പോൾ നിങ്ങളത് എഴുതി വെക്കുക. ഓക്കെ, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജേണലിൽ നമുക്ക് നോൺ ക്യാഷ് ഐറ്റംസ് ആണ് ഈ ഒരു കണക്കിൽ ചെയ്യേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഐറ്റംസ് ഒക്കെ നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ എന്ത് എഴുതിയാൽ മതി? നോൺ ക്യാഷ് ഐറ്റംസ്. അപ്പോൾ ഫസ്റ്റത്തെ ജേണൽ എൻട്രി നമ്മൾ എന്താ എഴുതുന്നത്? നമ്മൾ ഷെയർ ക്യാപിറ്റലുമായിട്ട് ഷെയർ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആണ് എഴുതുന്നത്. അപ്പോൾ ഷെയർ അപ്ലിക്കേഷന് 2 ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ബാങ്ക് ഓർ ക്യാഷ് രണ്ടും എന്താണ്? സെയിം എഫക്റ്റ് തന്നെയാണ്. അതിന് രണ്ടും ഒരേ തരത്തിലുള്ള എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മളിവിടെ എഴുതേണ്ട കാര്യമില്ല. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. അത് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ എന്ത് എഴുതിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ
രണ്ടാമത്തെ ജേർണൽ എൻട്രി ഷെയർ അപ്ലിക്കേഷൻ രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ഇവിടെ എഴുതി വെക്കുക. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ്. ഇവിടെ എത്ര എമൗണ്ട് വരുന്നത്? ഇവിടെ 12,000 ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രൂപയാണ് എന്തിൻ്റെ കൂടെ വാങ്ങുന്നതെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ്റെ കൂടെ വാങ്ങുന്നത് 3 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ 3 × 12,000 എത്ര വരും? 36,000. ഓക്കെ, ടു എന്ത് ചെയ്തുക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തുക? 36,000. നറേഷൻ എഴുതുക. ബീയിങ് എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ ബിക്കംസ് ഡ്യൂ. ബിക്കംസ് ഡ്യൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഷെയർ അപ്ലിക്കേഷൻ നമ്മൾ ആകെ ഒരൊറ്റ ജേർണൽ എൻട്രി ചെയ്യുന്നുള്ളൂ. എന്താണ്? ഇത് മാത്രം. ബാക്കിയുള്ള ക്യാഷോ അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്യാഷ് ബുക്കിലാണ് എഴുതുക. ഓക്കെ, അതേപോലെ ഇനി അലോട്ട്മെന്റ് ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ എഴുതും, രണ്ടാമത്തെ ജേർണൽ എൻട്രി എഴുതില്ല. ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താണ്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ജേർണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അത് നമ്മൾ ഇവിടെ എഴുതില്ല, അത് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതും. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ എന്താണ് ഇവിടെ എഴുതും? ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താ വരിക? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ്. അപ്പോൾ ഒരു അലോട്ട്മെന്റ് കൂടെ 4 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ 4 × 12,000 അലോട്ട്മെന്റ് 48,000. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര വരിക? 48,000. ഓക്കെ, നറേഷൻ എന്താ വരിക? ബീയിങ് ഷെയർ അലോട്ട്മെന്റ് ബിക്കംസ് ഡ്യൂ. അലോട്ട്മെന്റ് ബിക്കംസ് ഡ്യൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ജേർണൽ എൻട്രി. ഓക്കെ, ഇനി നമുക്ക് ഷെയർ ഫസ്റ്റ് കോളും ഉണ്ട്, ഷെയർ ഫൈനൽ കോളും ഉണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും ഒരൊറ്റ ജേർണൽ എൻട്രി എഴുതിയാൽ മതി, ബാങ്ക് വരാത്ത ജേർണൽ എൻട്രി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എഴുതുക ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഫസ്റ്റ് കോളിൻ്റെ കൂടെ നമ്മൾ വാങ്ങുന്നത് 2 രൂപയാണ്. അപ്പോൾ 2 × 12 എത്രയാണ്? 24,000. ഓക്കെ, 24,000 ഷെയർ ഫസ്റ്റ് കോളിൻ്റെ കൂടെ വാങ്ങുന്നത്. ടു എന്താ വരിക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതെത്ര വരിക? 24,000. നറേഷൻ എഴുതുക. ബീയിങ് ഫസ്റ്റ് കോൾ ബിക്കംസ് ഡ്യൂ. ഇനി ഒരു ജേർണൽ എൻട്രിയും കൂടിയാണ് എഴുതാനായിട്ടുള്ളത്. ജേർണലിൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ക്യാഷ് ബുക്കിലേക്ക് എഴുതും. അപ്പോൾ ജേർണൽ എഴുതാനുള്ളത് ഇനി ഒന്നും കൂടി ലാസ്റ്റ് കോളിൻ്റെ അല്ലെങ്കിൽ ഫൈനൽ കോളിൻ്റെ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. അത് 1 രൂപയാണ് ഫൈനൽ കോളിന് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എത്ര വരുന്നു വെച്ചാൽ 12,000 വരും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ₹12,000 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 1 രൂപയാണ് ഫൈനൽ കോളിന് വാങ്ങുന്നത്. അപ്പോൾ 1 × 12 എത്ര വരിക? 12,000, 12,000. നറേഷൻ എന്താ വരിക? ബീയിങ് ഫൈനൽ കോൾ ബിക്കംസ് ഡ്യൂ. അപ്പോൾ ഇത്രയാണ് ജേർണൽ എൻട്രീസ് ആയിട്ട് എഴുതാനുള്ളത്. ഇനിയാണ് നമുക്ക് ക്യാഷ് ബുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മളിവിടെ എഴുതിയിട്ടില്ല. ശരിക്കും 8 ജേർണൽ എൻട്രി എഴുതേണ്ടതാണ്. നമ്മൾ ആ 4 ജേർണൽ എൻട്രി മാറ്റി വെച്ചിരിക്കുകയാണ്. അതെങ്ങോട്ടേക്ക് എഴുതണം? അത് നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് എഴുതണം. ഒരു ഐറ്റം കൂടി ക്യാഷ് ബുക്കിൽ വരും, നമ്മുടെ ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ്. അപ്പോൾ അതിവിടെ എഴുതാണ് നമ്മൾ എന്താ വരിക? ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് എഴുതും. അതിന് ബദലായിട്ട് നമ്മൾ നേരിട്ട് അത് ക്യാഷ് ബുക്കിലേക്കാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇവിടെ പിന്നെ വേറൊരു കോളം കൂടി വരും. ഓക്കെ, പക്ഷെ അത് നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റിന് നമ്മൾ എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ അല്ലേ? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ബാങ്ക് എന്നും കൂടി എഴുതാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു
ഷെയർ ആപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് ജേണൽ എൻട്രി വരേണ്ടത്. നമ്മളവിടെ ജേണലിൽ എഴുതിയിട്ടുള്ളത് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ലെഡ്ജറിലേക്ക് എഴുതുക ചെയ്യുന്നത്. ശരിക്കും ക്യാഷ് ബുക്ക് എന്താണ്, ഒരു ലെഡ്ജറാണ്. അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതുക നമ്മൾ ചെയ്യുക. ജേണലിൽ ചെയ്യുന്ന പോലെ, ജേണലാണ് നമ്മൾ ആദ്യം ഡയറക്റ്റ് ആയിട്ട് എഴുതുക, അതേപോലെ നമ്മളിതിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ അതിന് ജേണൽ എൻട്രി എന്താണെന്ന് ആദ്യം നമ്മൾ മെമ്മറൈസ് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക. എന്താ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ ബാങ്ക് എവിടെയാണ് കിടക്കുന്നത്? ബാങ്ക് ഡെബിറ്റിലാണ് കിടക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ അക്കൗണ്ട്. അപ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നത്? 36,000. ഓക്കെ. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ്റെ ബാക്കിയുള്ള നമ്മൾ ജേണലിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ അതേപോലെ ഇവിടെ എന്ത് ചെയ്താൽ ടു ഷെയർ അലോട്ട്മെൻറ്റ്. അതേപോലെ എന്ത് ചെയ്താൽ ടു ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ഫൈനൽ കോൾ. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് വന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ കിട്ടിയ എമൗണ്ടുകൾ. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് 48,000 ആണ്. അലോട്ട്മെൻറ്റിൽ 48,000, ഫസ്റ്റ് കോളിൽ 24,000 ആണ്, ഫൈനൽ കോളിന് 12,000 ആണ്. ഇനി ഒന്നും കൂടി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. ഇഷ്യൂ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, അത് 2,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താ വരിക? ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ പോവുക ചെയ്തത്. അപ്പോൾ അത് ക്രെഡിറ്റിലാണ് വരിക. ബാങ്ക് അതിന് കാരണമായ എക്സ്പെൻസ് ഡെബിറ്റിലാണ് വരിക. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് ആണ് വരിക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റിലാണ് വരിക. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക? ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് വരിക. ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് എമൗണ്ട് വന്നിരിക്കുന്നത് 2,000 ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയായി. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് എന്തുള്ളൂ? ട്രാൻസാക്ഷൻസ് ആയിട്ടുള്ളൂ, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ ചെയ്ത് എത്ര വരുന്നു വെച്ചാൽ 1,20,000. ഓക്കെ. അതേ 1,20,000 ഇങ്ങോട്ടേക്ക് എടുത്ത് ചെയ്താൽ അപ്പോൾ ഈ 1,20,000 നിന്ന് 2,000 കുറച്ചാൽ 1,18,000 വരും. ഓക്കെ. അതാണ് എന്ത് നമ്മുടെ ഇവിടെ ബൈ എന്ന് എഴുതണം കേട്ടോ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് C/D ആണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാഷ് ബുക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നോൺ ക്യാഷ് ഐറ്റംസ് ഒക്കെ ജേണലിൽ എഴുതുക, ക്യാഷ് ഐറ്റംസ് ഒക്കെ ക്യാഷ് ബുക്കിലേക്ക് എഴുതുക. ഓക്കെ. അപ്പോൾ ഇത്രയും. ഓക്കെ. ഒരു ചെറിയൊരു നോട്ടും കൂടി നിങ്ങൾ എഴുതി വെക്കുക. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ നേരത്തെ എന്താ കണ്ടത്? ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയത്തിൻ്റെ കണക്കുകളാണ് കണ്ടത്. അല്ല, അതിൻ്റെ കണക്ക് കണ്ടു, പിന്നെ ഒരു ക്യാഷ് ബുക്കിൻ്റെ കണക്കും കണ്ടു. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇഷ്യൂ ഷെയർ പാർ വാല്യൂവിന് ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാം, അതേപോലെ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 53 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, എ കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ആൻഡ് ഡയറക്ടേഴ്സ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, അതായത് എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും കൊടുക്കുന്നത്. സ്വെറ്റ് ആ പേര് തന്നെ ഉണ്ട്, അവർ പണിയെടുക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന ഷെയറുകളാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ അത്തരം ഷെയറുകൾ ഡിസ്കൗണ്ടിന് കൊടുക്കുക എന്നല്ലാതെ എന്താണ് സാധാരണഗതിയിൽ കമ്പനിക്ക് ഇപ്പോൾ ഷെയർ ഡിസ്കൗണ്ടിന് കൊടുക്കാൻ സാധിക്കില്ല. സെക്ഷൻ 53 പ്രകാരമാണ് കൊടുക്കാൻ സാധിക്കാത്തത്. ഇത് 2 മാർക്കിനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഇത് കൃത്യമായിട്ട് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഒരു കണക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കണക്ക് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ കണക്ക് എന്താണെന്ന് വെച്ചാൽ എ ലിമിറ്റഡ് എന്നാണ് കമ്പനീൻ്റെ പേര്. ഇഷ്യൂഡ് 2,000 ഷെയർസ് അറ്റ് ദ റേറ്റ് 10+2, അതായത് 10 രൂപ ഷെയറിൻ്റെ വില, അതിൻ്റെ കൂടെ 2 രൂപ പ്രീമിയം വരുന്നുണ്ട് പെർ ഷെയർ. ദി എമൗണ്ട് വാസ് പേബിൾ 3 ഓൺ അപ്ലിക്കേഷൻ, 5 ഓൺ അലോട്ട്മെൻറ്റ്. 5 ആണ് ഇവിടെ. 5 ഓൺ അലോട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് പ്രീമിയം, ആൻഡ് 4 ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. 3 ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അതിൽ അലോട്ട്മെൻറ്റ് കൂടെയാണ് പ്രീമിയം വാങ്ങുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ കൃത്യമായിട്ട് പ്രോപ്പർ ജേണൽ എൻട്രി വരച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ആ ക്യാഷ് ബുക്ക് പ്രകാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അത് നോട്ടിലേക്ക് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് റഫായിട്ട് വേറെ ഏതെങ്കിലും പേപ്പറിലോ
അല്ലെങ്കിൽ റഫ് ബുക്കിലേക്കോ എഴുതിയാലോ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെന്നില്ല. അപ്പോൾ അങ്ങനെ നേരത്തെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ഒന്ന് ആൻസർ ട്രൈ ചെയ്താലും മതി. ഓക്കെ.